ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിയിറങ്ങി ശുദ്ധീകരിക്കണമേ. ആവർത്തിച്ചാമത്തെ കണ്ണടച്ച് യേശു രക്തത്താൽ 1 യോഹന്നാൻ 1:7 വചനമുണ്ട്. അഗ്നിയിറങ്ങി ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. ഈ വചനം കൊണ്ട് യോഹന്നാൻ 11:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം കൊണ്ട് നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറി. യേശു നാമത്താൽ ശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാരാധന, ആരാധന, ആരാധന, ആരാധന. കരങ്ങളെ രണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ കന്യാമറിയത്തിന്റെ പരിശുദ്ധിയുള്ള വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, ഈ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഈ ആലയത്തിന് വേണ്ടി, ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ മാതാവെ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ നമ്പുരാന്റെ അമ്മേ, ഒരു നിമിഷം നിങ്ങളുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, കുടുംബശാഖകളിൽ, അപ്പന്റെയും അമ്മയുടെയും കുടുംബത്തിൽ, കുടുംബശാഖകളിൽ മരിച്ചുപോയ എല്ലാ പൂർവികരെയും പ്രത്യേകിച്ച് ഇന്നിവിടെ അർപ്പിക്കാൻ പോകുന്ന പരിശുദ്ധ ബലിയിലേക്ക് സമർപ്പിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മ മാതാവെ, പ്രത്യേകമായിട്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ നമ്പുരാന്റെ അമ്മേ, ഈ ഒക്ടോബർ മാസം ജപമാലയുടെ മാസം, ലോകത്തെല്ലാ സ്ഥലത്തും ചൊല്ലുന്ന ജപമാല കൂട്ടായ്മയോട്, ജപമാല പ്രാർത്ഥനയോട്, അഖണ്ഡ ജപമാല പ്രാർത്ഥനയോട്, പ്രത്യേകിച്ച് സഭയുടെ എല്ലാ പ്രാർത്ഥനകളോട് ചേർന്ന് ജപമാല കൊണ്ട് ഈ സ്ഥലത്തെ വലിഞ്ഞു മുറുക്കി കെട്ടി ആത്മീയ അഭിഷേകത്താൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ നമ്പുരാന്റെ അമ്മേ, ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, വിശുദ്ധ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ, നമുക്ക് വലതുകരം ഉയർത്തി ഒരു ചെറിയ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. യോഹന്നാൻ 15:3 വചനം പഠിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിട്ട്. നമ്മൾ വചനം പറയുമ്പോൾ വലിയൊരു അഭിഷേകം നമ്മളിൽ നിറയും. വലതുകരം ഉയർത്തി ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എഴുന്നള്ളുന്നു. സങ്കീർത്തനം 68:1. കർത്താവ് എഴുന്നള്ളുന്നു, അവിടുത്തെ ശത്രുക്കള് ചിതറിപ്പോകുന്നു. കാറ്റിൽ പുക എന്ന പോലെ, അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടര് ദൈവസന്നിധിയില് നശിച്ചു പോകുന്നു, നശിച്ചു പോകുന്നു. മത്തായി 4:10. സ്വല്പം കൂടെ സ്വരം ഉയർത്തി. മത്തായി 4:10. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോകുക. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം തിരുവചനം. പിശാചിന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി അടുത്ത ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് പറയാം, ഇന്നൊരു അനുഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ. അത് 2-3 പേരോട് പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി,
നമ്മൾ പെട്ടെന്ന് ശാന്തമായിട്ടിരിക്കുന്നു. തിരുവചനം കേൾക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. ഒരല്പം കൂടെ സ്വരം ഉയർത്തി നന്നായിട്ട് പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ പറയുന്ന വാക്കിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. അതുകൊണ്ട് ദുഷ്ടൻ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കത്തില്ല. ദൈവവചനമോ അല്ലെങ്കിൽ പ്രാർത്ഥനയോ ചെല്ലിക്കാൻ ഒരിക്കലും സാത്താൻ സമ്മതിക്കത്തില്ല. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയാം ഹല്ലേലൂയ. നമ്മളൊരു പ്രത്യേകമായിട്ടൊരു ചിന്തയിലേക്ക് നമ്മൾ കടക്കാൻ പോവാ ഇന്ന് പ്രഭാതത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരാണ്, ജപമാല ചൊല്ലുന്നവരാണ്. പക്ഷെ പല ദൈവമക്കളുടെയും ആത്മീയ ജീവിതത്തിൽ ഈ അഭിഷേകം നിലനിൽക്കുന്നില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാപ മേഖലയിലേക്ക് നമ്മൾ കടക്കാൻ പോവാം. അതേക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് നമ്മൾ കടക്കാൻ പോവാം. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. പറയാം ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയാം ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനം. വചനം ഇതാണ്: എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് പറയണം: വിശുദ്ധി കൂടാതെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, റോമാലേഖനം, അതായത് 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കാൻ പോവാം. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. അപ്പൊ ആരാധനയെ കുറിച്ചുള്ള തിരുവചനം ഇതാണ്: നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായിട്ട് സമർപ്പിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. യഥാർത്ഥ ആരാധന ഏതാ? പ്രിയപ്പെട്ട ദൈവമക്കൾ, നമ്മുടെ ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. അതുകൊണ്ടാണ് മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, ഹാൻസ് വെക്കരുത്, പുകവലിക്കരുത്, അശുദ്ധഭാവത്തിന്, ബ്ലൂ ഫിലിമിന്, ഇന്റർനെറ്റിന്, ജഡിക ഭാവത്തിന്, ജഡിക സുഖത്തിന് വേണ്ടി ഈ ശരീരത്തെ വിട്ടുകൊടുക്കരുത്. വചനം പഠിപ്പിക്കുന്നു 1 കൊരിന്തോസ് 3:16, അതായത് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ഞാനും നശിപ്പിക്കും. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. നന്നായിട്ട് പറയാം ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അനേകം ദൈവമക്കൾക്ക്, അനേകം മക്കൾക്ക് അലർജി ഉള്ള ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ നടക്കാൻ പോകുന്നത് വിശുദ്ധി, പ്രത്യേകിച്ച് ലൈംഗിക മേഖലയിലെ വിശുദ്ധി. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയാം ഹല്ലേലൂയ. റോമാലേഖനം വചനങ്ങളാണ്. റോമാലേഖനം 8-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. വചനം ഇതാണ്: ജഡിക പ്രവണത അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമാക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥത്തിൽ നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. വചനം പഠിപ്പിക്കുക. ജഡിക താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തികൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ഒരു ദൈവമക്കളിലേക്ക്, ഒരു കുടുംബത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരണമെങ്കിൽ, വിശ്വാസം വേണമെങ്കിൽ, ഒരു ദൈവ വൈദ്യനിൽ, ഒരു ആത്മീയ ആലയത്തില്, ഒരു വ്യക്തിയില്, ഒരു വ്യക്തി ജീവിതത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകമായി വളരണമെങ്കിൽ വിശുദ്ധി വേണം. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയാം ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവമക്കള് ഈ ഒക്ടോബർ മാസം ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥിക്കേണ്ടത്: കർത്താവേ, എനിക്ക് ജീവിത വിശുദ്ധി നൽകണം, എനിക്ക് ആത്മീയ വിശുദ്ധി നൽകണം, എന്റെ കണ്ണുകൾക്ക് വിശുദ്ധി നൽകണം, എന്റെ ചിന്തകൾക്ക് വിശുദ്ധി നൽകണം, എന്റെ ശരീരത്തിന് വിശുദ്ധി നൽകണം. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊന്ന് ഈ പ്രഭാതത്തില് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, എനിക്ക് വിശുദ്ധി എന്ന പുണ്യം വളരെ പ്രധാനപ്പെട്ടതായ, നമുക്കറിയാം വിശുദ്ധരുടെയൊക്കെ ജീവിതത്തില് വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാ.
അവിടെ ജീവിതം മുഴുവൻ വിശുദ്ധിക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ടതാ, തീക്ഷ്ണമായി ആഗ്രഹിച്ചതാ, ദാഹിച്ചതാ. അത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസം നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: പരിശുദ്ധ കന്യാമറിയമേ, അമ്മയുടെ പരിശുദ്ധിയുടെ അഭിഷേകം എന്റെ ശരീരത്തിന്, എന്റെ ചിന്തകൾക്ക്, എന്റെ മനസ്സിന് അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരണം. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയും ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മളൊരു പ്രത്യേക വചനം വായിച്ച് നമ്മൾ ഈ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കാൻ പോവുക. പ്രഭാഷകന്റെ പുസ്തകം 31-ാം അധ്യായത്തില് ഒരു വചനഭാഗം, അതായത് 31:10-11 തിരുവചനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വചനത്തിന്റെ അഭിഷേകം ഇന്ന് ഈ പ്രഭാതത്തില് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളിൽ അഭിഷേകം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വചനം ഇതാണ്, അതായത് പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ ആരുണ്ട്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. നമ്മൾ ഈ ചിന്ത നമ്മൾ വചനം ഇതാണ്, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ട്. ഹല്ലേലൂയ പറഞ്ഞേ. അതാ വിശുദ്ധ മരിയ കുര്യേറ്റി. വിശുദ്ധ മരിയ കുര്യേറ്റിയുടെ ജീവിതത്തില് അലക്സാണ്ടർ എന്ന് പറയുന്ന വ്യക്തി ആരുമില്ല. ആ മുറിയിൽ ആരുമില്ല. അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ബന്ധുക്കളില്ല, നാട്ടുകാരുമില്ല. പാപം ചെയ്യാൻ വേണ്ടി അലക്സാണ്ടർ പ്രേരിപ്പിക്കുമ്പോൾ മരിയ കുര്യേറ്റി പറയുന്ന കാര്യമുണ്ട്. അതായത് എനിക്ക് പറ്റില്ല, കാരണം പാപം ചെയ്ത് എന്റെ ഈശോയെ വേദനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയാം ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നമ്മൾ ഓർക്കണം, മരിയ കുര്യേറ്റിക്ക് ഈ ചിന്ത ഉണ്ടാകാൻ കാരണം, ഞാനും നിങ്ങളൊക്കെ പാപം ചെയ്തതിന് കാരണം ദൈവ സാന്നിധ്യ ബോധ്യം നമുക്ക് ചില സമയത്ത് നഷ്ടപ്പെടുന്നു. അപ്പനെ കളിപ്പിക്കാം, അമ്മയെ കളിപ്പിക്കാം, വൈദികരെ കളിപ്പിക്കാം, സന്യസ്തരെ കളിപ്പിക്കാം, അധികാരികളെ കളിപ്പിക്കാം, പക്ഷേ ഈ ലോകം സൃഷ്ടിച്ച തമ്പുരാനെ കളിപ്പിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. തമ്പുരാന്റെ ക്യാമറ, തമ്പുരാന്റെ കണ്ണുകൾ, തമ്പുരാന്റെ തേജസ്സുറ്റ കണ്ണുകൾ നമ്മുടെ രഹസ്യവും പരസ്യവും വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറയ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഒക്കെ ചെയ്യുന്ന നമ്മുടെ വാക്കില്, നാവിൽ വരുന്ന ഒരു വാക്ക്, നമ്മുടെ പ്രവൃത്തി, രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അറിയുന്ന തമ്പുരാന യേശുക്രിസ്തു. അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത്. അതായത് 10,000 സൂര്യനേക്കാൾ തേജസ്സുറ്റ കണ്ണുകളുമായി നിന്നെ അവൻ കാണുന്നുണ്ട്. അതിനെ പഠിപ്പിക്കുന്ന ഇരുട്ടെനിക്ക് മറയാ, ഭിത്തി എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. പക്ഷേ അത്യുന്നതൻ 10,000 സൂര്യനേക്കാൾ തേജസ്സുറ്റ കണ്ണുകളുമായി നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും കാണുന്ന ഒരു തമ്പുരാനുണ്ട്. ഈ പാപം ചെയ്യാതിരിക്കാൻ കാരണം അറിയാമോ? ഈശോയ്ക്ക് അത് വേദനയാ. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന നമുക്ക് ഷെയ്ക്കാൻ കൊടുത്ത് പറഞ്ഞേ, നമ്മൾ പാപം ചെയ്യുമ്പോ ഈശോയ്ക്ക് അത് വേദനയാ. നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യത്തില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മള് അപ്പന്റെ മുമ്പിൽ വെച്ച് പാവം ചെയ്യോ? അമ്മയുടെ മുമ്പിൽ വെച്ച് പാവം ചെയ്യോ? വൈദ്യന്റെ മുമ്പിൽ വെച്ച് പാവം ചെയ്യോ? ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് പാവം ചെയ്യോ? എന്റെ പൊന്നു മക്കളെ, അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ പാവം ചെയ്യില്ല. കാരണം ഞാനും നമ്മളൊക്കെ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുന്നവരാ. അങ്ങനെയെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ അപ്പനെ സൃഷ്ടിച്ച, നമ്മുടെ അമ്മയെ സൃഷ്ടിച്ച, ഈ സൃഷ്ടപ്രപഞ്ചം സൃഷ്ടിച്ച തമ്പുരാന്റെ മുമ്പിൽ വെച്ച് പാപം ചെയ്യുന്നതാ ഏറ്റവും ഗുരുതരമായ തെറ്റ്. ഹല്ലേലൂയ പറഞ്ഞേ. സർവ്വതി ഹല്ലേലൂയ. വിശുദ്ധ മരിയ കുര്യേറ്റിയോട് പാപം ചെയ്യാൻ ക്ഷണിക്കുന്ന നോ എന്ന് പറഞ്ഞ്, അപ്പോൾ അവനിന്ന് അഴിരുന്ന കടാര എടുത്തിട്ട് മരിയ കുര്യേറ്റി കുത്തുന്ന സമയത്ത് മരിയ കുര്യേറ്റി താഴെ വീഴുന്നു. 18ഓളം കുത്തുകളിട്ട് പിടഞ്ഞു മരിച്ച ആ പെൺകുട്ടി ഇന്നും ശരീരം അഴുകാതെ ശാസ്ത്രത്തിൽ ലോകത്തിന് അത്ഭുതമായിട്ടിരിപ്പുണ്ട്. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് വിശുദ്ധിയുടെ അഭിഷേകം തരണം,
വിശുദ്ധി എന്ന പുണ്യം എന്റെ നോട്ടത്തില്, എന്റെ സംസാരത്തില് ജോബിന്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ജോബ് പറയുന്ന ഒരു വചനമുണ്ട്. ഞാന് എന്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടിയിലുണ്ട്. ഈ കൺവെൻഷനിൽ, ഈ ഏകദിന കൺവെൻഷൻ കിടക്കുന്ന ദൈവമക്കള് ഇന്ന് ഈ ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് പറയണം, അമ്മ മാതാവേ, എന്റെ കണ്ണുകളെ അമ്മയുടെ പരിശുദ്ധിയുള്ള കണ്ണുകളോട് ചേർത്ത് വെച്ച് ഈശോയുടെ കരുണയുടെ കണ്ണിലേക്ക് സമർപ്പിക്കണം. ജോബ് പറയുക, ഞാൻ എന്റെ കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും? ഈ കാലഘട്ടത്തില് ദൈവമക്കളെ തകർക്കുന്ന ഏറ്റവും മാരകമായ പാപങ്ങളിൽ ഒന്നാണ് ജഡികപാപം. പരിശുദ്ധ അമ്മ പല സ്ഥലത്ത് കരയുമ്പോഴും അമ്മ പറയുന്നുണ്ട്, ലാസലറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെടുമ്പോൾ ആട് മരിച്ചിടുന്ന കുഞ്ഞുങ്ങളാ. ഈ അമ്മ മാതാവ് പൊട്ടിക്കരയുന്നത് കണ്ടിട്ട് കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മ മാതാവേ, അമ്മ എന്തിനാണ് കരയണത്? ഉടനെ അമ്മ പറയുക, ലോകത്തിൽ മ്ലേച്ഛതകള് വസ്ത്രത്തിലൂടെ, പ്രവൃത്തികളിലൂടെ, ജഡികപാപത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട മകനെ വേദനിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-4-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. ഈ വചനം മനസ്സിൽ നിങ്ങൾ കുറിച്ചിടണം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. കണ്ടോ, ദൈവം വീണ്ടും വീണ്ടും പറഞ്ഞത് പൗലോസ്ലീഹ റോമ ലേഖനം, ഹെബ്രായ ലേഖനത്തിലൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് ആവർത്തിച്ച് വീണ്ടും പൗലോസ്ലീഹ പറയാ, നിങ്ങളുടെ വിശുദ്ധീകരണം തമ്പുരാൻ ആഗ്രഹിക്കണേ കൺവെൻഷൻ കൊണ്ടുവന്നത് വേറൊന്നിനല്ല, ദൈവമക്കളുടെ വിശുദ്ധീകരണം. ഞാൻ പറയുന്നത്, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം വിശുദ്ധി. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയുടെ കരങ്ങൾ വഴി, ഒരു വ്യക്തിയുടെ നാവ് വഴി, ഒരു വ്യക്തിയുടെ ശുശ്രൂഷ വഴി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടണമെങ്കിൽ ആ വ്യക്തിക്ക് വിശുദ്ധി എന്ന അഭിഷേകം വേണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധ കുർബാന കൂദാശയുള്ള കൂദാശയ. യേശു ക്രിസ്തു നേരിട്ട് നമ്മുടെ ശരീരത്തിൽ ഇറങ്ങി വരുന്നത് ജപമാല, സഭയിൽ അതിശക്തമായ പ്രാർത്ഥന, കരുണക്കൊന്ന, കുരിശിന് വഴി വചന ശുശ്രൂഷ, സഭയുടെ ശുശ്രൂഷ, ഉപവാസ പ്രാർത്ഥന, ഇതൊക്കെ അഭിഷേകമുണ്ട്. പക്ഷേ ദൈവമക്കളെ, ഓരോ കൂദാശ വഴി, ഓരോ പ്രാർത്ഥന വഴി, ഓരോ ശുശ്രൂഷ വഴി അഭിഷേകം തരുമ്പോൾ ഈ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന പാവമുണ്ടെങ്കിൽ ആ പാവത്തില്, ഈ പാവപ്പഴി ദൈവത്തിന് കൃപ ചോരുന്നുണ്ടെങ്കിൽ ആ കൃപ ചോരുന്ന ഓട്ടം നമ്മൾ അടയ്ക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ഉദാഹരണം പറയാം. ഇവിടെ ഇന്ന് അച്ഛന് എല്ലാവർക്കും സൗജന്യമായിട്ട് ഒരു ചാക്ക് അരി കൊടുക്കണം വിചാരിക്കുക. എല്ലാവരും അരി മേടിച്ചോണ്ട് പോവാ. ഞാൻ നിങ്ങൾക്ക് മേടിച്ചു. ഞാനൊരു സൈക്കിളുമായിട്ടാണ് വന്നത്. ഞാൻ അച്ഛൻ മേടിച്ച അരി പുറകെ 15-20 കിലോ അരി പുറകെ കെട്ടിയിട്ട് മല്ലപ്പള്ളിക്ക് ചവിട്ടി കൊടുത്താണ് സൈക്കിൾ ചവിട്ടി പോവാ. വീട്ടിൽ ചെന്നപ്പോ അരിയില്ല, ചാക്ക് മാത്രമേ ഉള്ളൂ. എന്തുണ്ട്? ഓട്ടയുണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല. ഈ അരി മുഴുവൻ ഓട്ടയിലൂടെ ചേർന്നു. ദൈവമക്കളെ, ഇതുപോലെയാ ഓരോ ഇടവദേവാലയത്തിലും പരിശുദ്ധ കുർബാന വഴി, ജപമാല വഴി, സഭയുടെ പ്രാർത്ഥന വഴി, വചന ശുശ്രൂഷ വഴി അഭിഷേകം ദൈവം തരുമ്പോൾ ഈ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന ഓട്ടം നമ്മൾ അടയ്ക്കണം. ഈ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന ഒരു പ്രധാനപ്പെട്ട പാപത്തിന്റെ മേലേക്ക് നമ്മൾ പോകുന്നത് അത് ചെട്ടിക പാപം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയാ, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആപേക്ഷിക്കുന്നത്, സ്വർഗ്ഗം ആപേക്ഷിക്കുന്നത്. അടുത്തത്, അസന്മാർഗീയതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അടുത്ത വചനം കേട്ടോ, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം നിങ്ങൾ അറിയണം. പ്രധാനപ്പെട്ട ദൈവമക്കളെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശരീരത്തെ വിശുദ്ധിയും മാന്യത. എന്താ മാന്യത? എന്റെ സഹോദരിമാര് പിണങ്ങരുത്, ഇത് കേൾക്കുന്നവർ പിണങ്ങരുത്. നമ്മുടെ ശരീരത്തിൽ ദൈവം വസ്ത്രം നമുക്ക് അനുവദിക്കുന്നില്ല. നഗ്നത മറയ്ക്കാനാണോ? നഗ്നത അലങ്കരിക്കാനാണോ? നഗ്നത മറയ്ക്കാനാണോ? നഗ്നത അലങ്കരിക്കാനാണോ? പറയുന്നില്ല. സഹോദരിമാര് പറയേ, മറയ്ക്കാൻ. ഇന്ന് നമ്മുടെ
അടങ്ങിയിരിക്കാനാണോ? എങ്ങനെയാ അടങ്ങിയിരിക്കാനാണോ? അടങ്ങിയിരിക്കാൻ തന്നെയാ. ഇത് പറയുമ്പോ പിണങ്ങരുത് കേട്ടോ. പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലത്തെങ്കിലും അമ്മയുടെ ശരീരത്തിന് ഒരു ഭാഗം കാണാൻ പറ്റുമോ? ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുക. നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും. ഇത് ദൈവത്തിന്റെ ശരീരമാ, ദൈവത്തിന്റെ ആലയമാ. അവൻ കുരിശില് തന്റെ പ്രിയപ്പെട്ട മകന്റെ കുരിശുബലി വഴി നേടിയെടുത്ത് മാമോദീസ വഴി തിരുസഭയിൽ അംഗമായ ദൈവമക്കളെ, ഈ ശരീരത്തില് ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ തിരുസഭയിലെ അംഗമായ ഞാനും നിങ്ങളൊക്കെ ശരീരത്തിൽ പച്ച കുത്തുമ്പോൾ, ശരീരത്തിൽ ജടികഭാവം ചെയ്യുമ്പോൾ, ശരീരത്തെ പ്രദർശിപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെ വീണ്ടും ചാട്ട കൊണ്ട് അടിക്കുക. ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് വസ്ത്രം ധരിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ നെഗറ്റീവ് പറയില്ല. ഏത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർക്ക് ഇണങ്ങുന്ന വസ്ത്രം എന്ന് വെച്ചാൽ ശരീരത്തെ മറച്ച് ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും സൂക്ഷിക്കണം. ഇന്ന് പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ വസ്ത്രങ്ങളിൽ, വസ്ത്രത്തിലൂടെ, വസ്ത്രപ്രദർശനത്തിലൂടെ എന്തോ ഒരു പാവ ചെയ്യണത്. വിശുദ്ധ യോഹന്നാൻ 23-ാം പാപ്പ ഒരിക്കലും ഒരു ഡിന്നറിന് ഒരു സമൂഹത്തെ ക്ഷണിക്കുമ്പോൾ ഒരു സ്ത്രീ മേച്ചമായ വസ്ത്രം ധരിച്ച് ആ ഡിന്നർ വന്നിരുന്നു. ഉടനെ വിശുദ്ധ യോഹന്നാൻ 23-ാം പാപ്പ എന്തിനറിയാമോ? അവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ആപ്പിൾ എടുത്തിട്ട് ഈ സ്ത്രീക്ക് കൊടുത്തു. അപ്പൊ അവർ ചോദിച്ചു, പിതാവേ, നമ്മൾ ആപ്പിൾ ഇപ്പൊ എനിക്ക് തരുന്നത്. അപ്പം പിതാവ് പറഞ്ഞു, പണ്ട് ഹവ്വായ്ക്ക് ഒരു ആപ്പിൾ തിന്നപ്പോ സുബോധം വന്നു, അതുകൊണ്ട് അവള് അത്തിയുടെ ഇല കൊണ്ട് തുണിയെടുത്ത് മറച്ച്, എന്റെ പൊന്നു പെങ്ങളെ, ഇത് സുബോധം കിട്ടാൻ വേണ്ടിയാ എനിക്ക് പറഞ്ഞേ. ഞാനിത് പറയുമ്പോ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ. നമ്മളൊക്കെ ദേവാലയത്തിൽ വരുമ്പോഴും പള്ളിയിൽ വരുന്നതൊക്കെ എത്രയോ പേർക്ക് ഉതപ്പ് വരുത്തുന്നുണ്ട്. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയാ. പറയാം ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറയാം ഹല്ലേലൂയാ. യേശുവേ നന്ദി. അതാണ് വിശുദ്ധ പ്രജീറ്റ പറഞ്ഞ, ഈ കാലഘട്ടത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത് പലർക്കും അലർജിയാ. പക്ഷേ വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. പലപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മുടെ വസ്ത്രം ജോൺ മരിയ വിയാനി, ആവിലായിലെ വിശുദ്ധ ജോൺ മരിയ വിയാനി, വൈദികരുടെ മധ്യസ്ഥൻ, ആഗോള സഭയിലെ വൈദികരുടെ മധ്യസ്ഥൻ പറയുക, ദൈവമക്കളെ, ഡാൻസും പാട്ടും നല്ലതാ, പക്ഷെ നമ്മുടെ ഡാൻസിലൂടെയും നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളിലൂടെയും മറ്റു വ്യക്തിക്ക് ഉതപ്പുവരുത്തി പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാരകമായ കുറ്റമാ. എന്നിട്ട് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയാ, നമ്മുടെ ദൈവമക്കൾക്ക് എല്ലാ കലകളും ചേർന്നതല്ല. ഹല്ലേലൂയ പറഞ്ഞേ. ജോൺ മരിയ, ഞാനല്ല പറയണത്, ഞാൻ പറയും വിശുദ്ധ ജോൺ മരിയ വിയാനി, വൈദികരുടെ മധ്യസ്ഥൻ, ആർസിൽ വെച്ച് ഒരു ഞായറാഴ്ച പ്രസംഗത്തിൽ പറയാ, എല്ലാ ദൈവമക്കൾക്കും എല്ലാ കലകളും എല്ലാ വസ്ത്രങ്ങളും ചേർന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഇറങ്ങുന്ന പല വസ്ത്രങ്ങളും ഫ്രീ മേസൺ എന്ന് പറയുന്ന ഒരു സാത്താനിക് സംഘടനയുണ്ട്. കത്തോലിക്ക തിരുസഭയെ തകർക്കാൻ, ദൈവമക്കളെ വിശുദ്ധി കളയാൻ. നമുക്കറിയാം, ലൂസി, പരിശുദ്ധി അമ്മ 1917 പ്രത്യക്ഷപ്പെട്ട് ലൂസിക്ക് സന്ദേശം കൊടുത്തപ്പോ അവസാനത്തെ ഫാത്തിമ സന്ദേശം അടുത്ത നാളുകളിൽ പൊട്ടിച്ചു. അത് സന്ദേശം അറിയാമോ? സാത്താൻ വെല്ലുവിളിക്കുക ദൈവത്തോട്, അവസാനത്തെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കണോ? അതായത് ഞാനും കുടുംബവും തമ്മിൽ. കുടുംബം, ദൈവമക്കളെ, കുടുംബത്തെ തകർക്കാൻ വേണ്ടി സാത്താൻ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും തിന്മയിലൂടെ കടന്നു വരിക. അതായത് നെറ്റിലൂടെ, മൊബൈൽ ഫോണിലൂടെ, അവിഹിത ബന്ധത്തിലൂടെ, പ്രേമക്കറ്റിലൂടെ, അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ അവിശ്വസ്തതയിലൂടെ സാത്താൻ കുടുംബങ്ങളെ തകർക്കുക. കുടുംബത്തെ തകർത്താൽ സഭയെ തകർക്കാൻ പറ്റും. ഹല്ലേലൂയ. സദാ പറഞ്ഞിരിക്കുക, അവസാനത്തെ യുദ്ധം പൊട്ടി പുറപ്പെട്ടതാണ്. ഇത് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ദൈവമേ, എന്റെ മക്കൾ വിശുദ്ധരായ കുഞ്ഞുങ്ങളായി മാറണം. പ്രേമക്കെട്ടില്, തിന്മയുടെ കെട്ടില്, അശുദ്ധമായ കൂട്ടുകെട്ടില്, പാവ കൂട്ടുകെട്ടില് എന്റെ മക്കൾ പെടാതിരിക്കാൻ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ ഫ്രീ മേസൺ എന്ന് പറയുന്ന ഗ്രൂപ്പ് പല പല വസ്ത്രങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ക്ഷമിക്കണം. നിങ്ങളുടെ ലെഗിൻസ് എന്ന് പറയുന്ന വസ്ത്രം പിടിക്കുന്ന സഹോദരമായി ക്ഷമിക്കണം.
ലെഗിൻസ് എന്ന് പറഞ്ഞ വസ്ത്രത്തിന്റെ വാക്കുകൾ നിങ്ങൾ പഠിക്കണം. ലെഗിയോൻ എന്ന് പറയുന്ന പൈശാചിക വാക്കിൽ നിന്ന് പുറപ്പെട്ട വസ്ത്രമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങളാണിത്. അതോടെ നീട്ട നാട്ടിലെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, വേറെ യുവാക്കന്മാർ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രമാണ് ലോ വേസ്റ്റ് പാൻസുകൾ. അമേരിക്കൻ ഐക്യനാടുകളിലെ ജയിലിലുള്ള ഹോമോസെക്സിന് അടിമപ്പെട്ടവര് തങ്ങൾ ഹോമോസെക്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇറക്കിയതായത്. വചനം പഠിപ്പിക്കുക. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം രക്ഷിക്കുന്നത്. അടുത്തത്, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും ഓർക്കണം. നമുക്ക് ദൈവം എല്ലാവർക്കും ദൈവം ലൈംഗികത തന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് വിഷമിക്കണ്ട. ദൈവം തന്ന ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒരു അഭിഷേകമായ ലൈംഗിക വിശുദ്ധി. അതെന്താണ് ദൈവം തന്നത്? എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവം സെക്സ് ലൈംഗിക തന്നിട്ടുണ്ട്. അതൊരു പുണ്യമാണ്. എന്ന് വെച്ചാൽ വിവാഹം എന്ന കൂതാശ വഴി ഉൽപ്പത്തിയുടെ പുസ്തകം 2:24 പുരുഷൻ തന്റെ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയുമായി ചേരും, അവർ ഒറ്റ ശരീരമായിരിക്കും. മർക്കോസ് 10:9 ദൈവം പറഞ്ഞത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പുരുഷനും സ്ത്രീയും തമ്മിൽ സ്നേഹത്തിൽ ഒന്നാകുമ്പോൾ ദൈവത്തിന് രണ്ട് ഉദ്ദേശമാണ് ദൈവമക്കൾക്ക് ലൈംഗികത എന്നത്. ഒന്നാമത്തെ ഉദ്ദേശം സ്ത്രീയും പുരുഷനും സ്നേഹത്തിൽ ഒന്നാകാൻ, ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഒന്നാകാൻ. രണ്ട്, അവർക്ക് ജനിക്കുന്ന മക്കളെ ദൈവമക്കളായിട്ട് വളർത്താൻ ദൈവം തന്ന അതിവിശിഷ്ടമായ പരമമായ ഒരു ദാനമാണ് സെക്സ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വിവാഹത്തിനു പുറത്തുള്ള എല്ലാ ലൈംഗികതയും മാരക പാപമാണ്. യേശുവേ നന്ദി. ശ്രദ്ധിക്കണം, വിവാഹത്തിനു പുറത്തുള്ള എല്ലാ ലൈംഗികതയും ദൈവം സൃഷ്ടിച്ച ജീവിതം നമ്മൾ ശ്രദ്ധിക്കണം. വേഴാമ്പലിനെ പഠിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യനും പഠിക്കേണ്ട വേഴാമ്പൽ ജീവിതം എന്താ? വേഴാമ്പൽ ജീവിതത്തിൽ ഒരൊറ്റ ഇണയേ ഉള്ളൂ. ഒരെണ്ണ മരിച്ചു പോയെങ്കിൽ പിന്നീട് ഒരു വേറെ ഇണയെടുത്ത് പോയില്ല. വേഴാമ്പലിന് മാത്രമേ ഒറ്റ ഇണയുള്ളൂ. ദൈവം പഠിപ്പിക്കുക, വേഴാമ്പലുള്ള വിശ്വസ്തരായിരിക്കണം. ദാമ്പത്തിക വിശ്വസ്തത, കിടപ്പറയിൽ വിശ്വസ്തത ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. എന്താണ് വചനം? ഇതാണ്, നിങ്ങൾക്ക് ശരീരം ഉള്ളതുകൊണ്ട് വചനമാണ്, എല്ലാവരുടെ ഇടയിൽ വിവാഹം മാന്യമായി കരുതട്ടെ, മണവറ മലിനമാകാതിരിക്കട്ടെ. ദൈവമക്കളെ, ഇത് പരിശുദ്ധമായ ബലിപീഠമാണ്. ഇവിടെ യേശുക്രിസ്തുവിന്റെ തിരുശരീരങ്ങള് കർത്താവിന്റെ അഭിഷിക്തൻ കീറി മുറിക്കുന്ന പരിശുദ്ധമായ പരിപാവനമായ ഇടമാണ്. അതുകൊണ്ടാണ് എനിക്ക് അന്മാർക്ക് ഇവിടെ കയറാൻ പറ്റില്ല. വിശുദ്ധ പറയണത്, അതായത് മാലാഖമാര് കാലുകുത്താൻ മടിക്കണ സ്ഥലമാണ് പരിശുദ്ധമായ ബലിപീഠവും മധുപകായും ബലിപീഠത്തിന്റെ പരിസരവും. ഇതുപോലെ ശ്രദ്ധിച്ചിരണം, ഒരു ദേവാലയത്തിന്റെ ഏറ്റവും കേന്ദ്രീകൃതമാണ് ബലിപീഠം, ബലിവസ്തു. ഇതുപോലെ തന്നെ ഒരു കുടുംബ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനപ്പെട്ടതായ ബലിപീഠമാണ് ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തിലൊന്നാകുന്ന കിടപ്പറ. നിങ്ങൾ സമ്മതിക്കും? ഇവിടെ ആരെങ്കിലും മദ്യപിക്കാമെന്ന നിങ്ങൾ സമ്മതിക്കോ? നിങ്ങൾ ഇടപ്പള്ളിയിൽ ആരെങ്കിലും മോശപ്പെട്ട് പ്രവർത്തി ചെയ്താൽ നിങ്ങൾ സമ്മതിക്കോ? സമ്മതിക്കത്തില്ല. ഇതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കൃപയുടെ കവാടമാ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തിലൊന്നാകുന്ന കിടപ്പറ. ദൈവമക്കളെ, ഇന്ന് പല കിടപ്പറകളും മലിനമാ. ലോകത്തിന്റെ ഇന്റർനെറ്റിലൂടെയും മ്ലേച്ഛതയും ബ്ലൂ ഫിലിമും അശുദ്ധബന്ധവും കണ്ടിട്ട് അതുവഴി തിന്മ ചെയ്യുന്ന കിടപ്പറകള്, കുടുംബത്തിലെ മുറികള് അശുദ്ധമാക്കൊണ്ടിരിക്കും. വീണ്ടും വരാം. നമ്മുടെ ശരീരത്തെ വിശുദ്ധവും മാന്യവുമായിട്ട് സൂക്ഷിക്കണം. നമ്മൾ ഈ കൺവെൻഷൻ പങ്കെടുക്കുന്ന ഇത് കേൾക്കുന്നവർ തീരുമാനിക്കണം, എന്റെ ശരീരത്തെ ഞാൻ വിശുദ്ധമായിട്ട് സൂക്ഷിക്കും.
എന്റെ വസ്ത്രത്തിലൂടെ, എന്റെ പ്രവൃത്തിയിലൂടെ, എന്റെ നോട്ടത്തിലൂടെ, എന്റെ സംസാരത്തിലൂടെ, എന്റെ വാക്കിലൂടെ, എന്റെ പ്രവൃത്തിയിലൂടെ ഒരു വ്യക്തിക്ക് പോലും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, യേശുവിന്റെ മകൻ എന്ന നിലയിൽ, യേശുവിന്റെ മകൻ എന്ന നിലയിൽ ഞാൻ ഉറപ്പ് വരുത്തുന്നില്ല. ഹല്ലേലൂയ പറഞ്ഞേ, അവരുടെ പറഞ്ഞ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ ആഗ്നസിന്റെ അടുത്ത് നിന്ന് ഓർക്കണം, കൊച്ചു പെൺകുട്ടിയ ആഗ്നസ് സുന്ദരിയ. അപ്പോ രാജ്യത്തെ രാജകുമാരൻ എന്ന് പറയാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞ് പുറകെ നടക്കുമ്പോ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വേറൊരുത്തരെ സ്നേഹിച്ചു പോയി. ഉടനെ രാജകുമാരൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു, നീ ആരെയാ സ്നേഹിച്ചത്? ഉടനെ ആഗ്നസ് തന്റെ കയ്യിലിരിക്കുന്ന ക്രൂശ് രൂപത്തെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവനെ സ്നേഹിച്ചു, ഞാൻ ഇവന്റെ മണവാട്ടിയ. അതാണ് വിശുദ്ധ ആഗ്നസ്. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരം. വിശുദ്ധ ലൂസിയുടെ ചരിത്രം പഠിക്കണം. വിശുദ്ധ ലൂസിയെ ജഡികഭാവത്തിന് വേണ്ടി പ്രേരിക്കുമ്പോൾ യേശുവിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തിയാ. വിശുദ്ധ അഗാത്തയുടെ ജീവിതം പഠിക്കണം. അഗാത്തെ നഗ്നയാക്കി കൊല്ലാൻ തുടങ്ങുമ്പോഴത്തേന് ദൈവം ഒരു ഇടപെടലെടുക്കുക. വിശുദ്ധിക്ക് വേണ്ടി, യേശുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട് അഗാത്തെ കൊല്ലാൻ നേരത്ത് ദൈവം പെട്ടെന്ന് മുടി വളർത്തി അവിടെ നഗ്നത മറച്ചു. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് വിശുദ്ധന്റെ ചരിത്രം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത്, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ട്, ഞാനെന്ന് പറയുമ്പോൾ ഇന്റർനെറ്റിന്റെയും സൈബർ സെക്സിന്റെയും ലോകത്തിന്റെയും മ്ലേച്ഛതയുടെയും അവിഹിത ബന്ധത്തിന്റെയും പ്രേമക്കെട്ടിന്റെയും ഈ ലോകത്തില് 21ാം നൂറ്റാണ്ടിൽ എന്റെ കർത്താവിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റുമോ? അതാണ് അഭിഷേകം. ഹല്ലേലൂയ പറഞ്ഞേ. ചിലര് പറയും, ഒഴുക്കിന് നാട് ഓടുമ്പോ നട്ടിലെ ഓടേണ്ടവരല്ല, ഒഴുക്കിനെതിരെ നീണ്ടവന ക്രൈസ്തവൻ. അടുത്തിരിക്കുന്ന ഷെയ്ഖിനോട് പറയേ, ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ് ക്രൈസ്തവര്. ഹല്ലേലൂയ പറഞ്ഞേ. ഈ കാലഘട്ടം അതാണ് കൊച്ചു ത്രസ്യ പുണ്യം പറയുന്നത്, ഫിലിപ്പിയനിൽ പറയുന്നത്. അതായത് ആദ്യ നൂറ്റാണ്ടിലെ തിരുസഭയിലെ വിശുദ്ധരെ വെല്ലുന്ന മഹാവിശുദ്ധര് അവസാന അന്ത്യകാല സഭയിൽ വെളിപ്പെടും. ഞാനത് പറയണത് സാരോട് കാണരുത്. ഇപ്പൊ എല്ലാ സാഹചര്യമുണ്ട്. പറയല്ല, മുമ്പിലുണ്ട് തിന്മ, മുമ്പിലുണ്ട് അശുദ്ധി, എന്തു പാപം ചെയ്യാം. അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത്, പാപം ചെയ്യാൻ ഹല്ലേലൂയ, പാപം ചെയ്യണം. അതിനോട് പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരിക്കെ അതിൽ നിന്ന് പിന്തിരിയുന്നവൻ ആരുണ്ട്? അവന് അഭിഷേകമുണ്ട്. അതാണ് പൂർവ്വ യോസേഫ്. പൊത്തിപ്പന കൊട്ടാരത്തിൽ ആരുമില്ല, സുന്ദരിയായ പൊത്തിപ്പന ഭാര്യയുണ്ട്. പക്ഷേ പാപം ചെയ്യാൻ തുടങ്ങുമ്പോ, പ്രേരിപ്പിക്കുമ്പോൾ അവന് ചിന്തയാ, ദൈവ ചിന്തയാ, ഇത് ദൈവത്തെ വേദനിപ്പിക്കും. അങ്ങനെയാ, യൂതിത്ത് അങ്ങനെയാ, വിശുദ്ധരങ്ങനെയായിരുന്നു. അവർക്ക് ദൈവ സാന്നിധ്യ ബോധ്യമുണ്ട്. മറ്റുള്ളവരെല്ലാം നോക്കണത്, രഹസ്യം ചെയ്താൽ ദൈവം കാണും, ഇതൊരു ശിക്ഷയുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ബേസിൽ. സഭയിലെ അതിശക്തമായി ആദ്യ നൂറ്റാണ്ടിൽ സഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ട വിശുദ്ധനാ. ഈ വിശുദ്ധൻ ശക്തമായി സഭയ്ക്ക് വേണ്ടി, തിരുവചനത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുക. ഈ വിശുദ്ധനെ ബേസലിനെ പിടിച്ച് തടവറയിട്ടു. പക്ഷെ ബേസല് തടവറയിൽ കടന്നും കർത്താവിന്റെ സുവിശേഷത്തിൽ നിന്ന്, ക്രിസ്തുവിന്റെ സഭയിൽ നിന്ന് ഒരിഞ്ച് പിന്മാറിയില്ല. ക്രിസ്തുവിനോട് സ്നേഹം കൂടിക്കൊണ്ടിരിക്കുക. ബേസൽ എങ്ങനെ നശിപ്പിക്കണമെന്ന് രാജാവ് നോക്കുക. രാജാവ് സൈന്യാധിപനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ബേസലിന്റെ മുറിയില് ഈ രാജ്യത്തെ ഏറ്റവും സുന്ദരിയായ പെങ്കൊച്ചിനെ പറഞ്ഞു വിടാം. അങ്ങനെ ചെയ്യുമ്പോൾ ബേസൽ വീണു. ഉടനെ സൈന്യാധിപൻ പറഞ്ഞ വാക്കെന്നറിയാമോ? രാജാവേ, ശുദ്ധ മണ്ടത്തരം കാണിക്കരുത്. കാരണം ബേസലിന്റെ മുറിയിലേക്ക് ആ പെങ്കൊച്ചു പോയാൽ അവളും വിശുദ്ധ ബേസലിനെ പോലെയാകും. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് ഹല്ലേലൂയ. കത്തോലിക്ക സഭയിലെ 2 മെത്രാന്മാര്, പ്രിയപ്പെട്ടവരെ, 2 മെത്രാന്മാര് നടക്കാനിറങ്ങി. 2 മെത്രാന്മാര് നടക്കാനിറങ്ങിയപ്പോ ഒരു വേശ്യാസ്ത്രീ, നാട്ടിൽ അറിയപ്പെടുന്ന വേശ്യാസ്ത്രീ ഓപ്പോസിറ്റ് വരിക. അപ്പോൾ ഒരു മെത്രാൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചപ്പോൾ 90 ദിവസം എന്ന് പറഞ്ഞ മറ്റേ മെത്രാൻ ഇവിടെ നോക്കാൻ തുടങ്ങി. ഇവർ രണ്ടും അങ്ങോട്ട് നോക്കി. പിന്നീട് മെത്രാൻ നടന്നു. അപ്പോൾ ഈ മുഖം തിരിച്ച മെത്രാൻസൻ ചോദിച്ചാൽ 90 ദിവസേ എന്തിനാ ആ സ്ത്രീയെ നോക്കിയത്? അവൾ വേശ്യ സ്ത്രീയല്ലേ? ഞാൻ അവളെ മുഖം തിരിച്ചു കളഞ്ഞത് അവൾ പാവിയാ. ഉടനെ 90 ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്,
ഞാൻ അവിടെ നോക്കിയത് അവിടെ ശരീരത്തെയല്ല, പാപം പിടിച്ചു കിടക്കണ ദൈവത്തിന്റെ കരുണ ഇറങ്ങണ്ട അവളുടെ ഹൃദയത്തെയാ. ഹല്ലേലൂയ പറഞ്ഞേ. കുറെ നാളുകൾ കഴിഞ്ഞ് സംഭവിച്ചറിയാമോ? വിശുദ്ധനായ നൊണ്ണൂനസ് നോക്കിയ നോട്ടം കൊണ്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അവള് പാപജീവിതം ഉപേക്ഷിച്ചു, പ്രായശ്ചിത്തം ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നാണെന്നറിയാമോ? കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധയാണ്, വിശുദ്ധ പെരുജിയ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അന്നും നോക്കിയ മെത്രാൻ വിശുദ്ധനായി, അത് വിശുദ്ധ നൊണ്ണൂനസ്. ദൈവമക്കൾ പ്രാർത്ഥിക്കണം, എന്റെ കണ്ണുകളെ കരുണയുടെ കണ്ണാക്കി മാറ്റണം. ഹല്ലേലൂയ. വിശുദ്ധരൊക്കെ അങ്ങനെ നോക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന കുടുംബത്തിലുള്ള മക്കളെ, നിങ്ങളുടെ ഭാര്യ ഒഴികെ മറ്റെല്ലാ വ്യക്തികളും നിങ്ങൾ കാണുമ്പോ അമ്മയെ പോലെയും പെങ്ങളെ പോലെയും കാണാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകത്തിന് ഹല്ലേലൂയ. ഞാനങ്ങനെ പ്രാർത്ഥിക്കണത്. ദൈവമേ, ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വരുമ്പോ ഒരു പക്ഷേ ജനിക ഭാവത്തിൽ അടിമപ്പെട്ട പെങ്കൊച്ച, ഈ പെങ്കൊച്ചിനെ കാണുമ്പോ ദൈവമേ, ദൈവത്തിന് കരുണ കൊടുക്കാൻ അഭിഷേകത്തിന് ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുക്രിസ്തു അങ്ങനെയാ പാപിനിയായ സ്ത്രീയെ, കല്ലെറിയാവുന്ന സ്ത്രീയെ യേശു നോക്കുന്നത് കാമത്തിന്റെ കണ്ണല്ല, കരുണയുടെ കണ്ണ്. ദൈവമക്കളെ, നമ്മുടെ കണ്ണ് കരുണയുടെ കണ്ണായി മാറണം. യേശു നോക്കുന്ന കരുണയുടെ കണ്ണ്, അതാണ് മാനസാന്തരം. എങ്ങനെയോ പാപിനിയായ സ്ത്രീ യേശു ക്രിസ്തു അവന് സുവിശേഷമുണ്ട്, യോഹന്നാന്റെ സുവിശേഷമുണ്ട്. നമ്മൾ കാണാം, യേശു ക്രിസ്തു ശിമയോന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോ അവൾ വരിക. അവൾ വരുമ്പോ യേശുവിന്റെ അടുത്ത് വന്നിട്ട് അവൾ പൊട്ടിക്കരയുക. പൊട്ടിക്കരഞ്ഞിട്ട് അവളുടെ കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ പാദം കഴുകുക. എന്നിട്ട് തലമുടി കൊണ്ട് തുടച്ച് യേശുവിന്റെ പാദത്തെ ചുംബിച്ച് സൂര്യൻ പൊട്ടിത്തെറിക്കുക. നിങ്ങൾ അറിയാം ഇതിനർത്ഥം എന്താ? അറിയാം. ഇതിനർത്ഥം ധ്യാനിക്കണം. ഇതിനർത്ഥം നിങ്ങൾ ധ്യാനിക്കണം. ഒരു കാരണം അതായത് കണ്ണുകൊണ്ട് കരഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന അവയവം കണ്ണാണ്. ഹല്ലേലൂയ പറഞ്ഞേ. അതാണ് ഈശോ പറഞ്ഞത്, കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. ഹല്ലേലൂയ. കണ്ണിനെ സൂക്ഷിക്കണം ദൈവമക്കളെ. കണ്ണ് നിങ്ങൾ അഭിഷേകത്തെ കളയുന്നതും അഭിഷേകത്തെ കൊണ്ടുവരുന്നതും കണ്ണ്. വേശ്യാസ്ത്രീ ഇവിടെ കണ്ണുകൊണ്ട് പുരുഷന്മാരെ ആകർഷിക്കുന്നത് നമുക്കറിയാം. ഇവിടെ സ്ത്രീകൾക്കറിയാം, ഒരു പുരുഷൻ സ്നേഹത്തോടെ നോക്കുന്നതും കാമത്തോടെ നോക്കുന്നതും കരുണയോടെ നോക്കുന്നതും വെറുപ്പോടെ നോക്കുന്നതും നിങ്ങൾക്കറിയാം. ഒരു വ്യക്തി നോക്കുന്നതറിയാം, ഒരു സ്ത്രീ നോക്കുന്നതറിയാം.